Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ പോക്കോ M3 ആണ്. അപ്പോൾ പോക്കോ M3 എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 9999 രൂപയാണ്. ഇതൊരു ഇൻട്രഡക്ടറി പ്രൈസിംഗ് ആണ്. ആക്ച്വൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 10999 രൂപ, അതായത് 11,000 റുപ്പീസാണ്. ഇതിൽ വരുന്നത് ഒരു 48 മെഗാ പിക്സൽ ക്യാമറയും ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേയും ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ഒക്ടോകോർ പ്രോസസ്സറും 6 GB ഓഫ് റാമോ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസൈൻ വളരെ ഒരു അട്രാക്റ്റീവാണ്. പ്രത്യേകിച്ച് യെല്ലോ കളർ വേരിയൻറ്റ് കുറച്ചൊരു അട്രാക്റ്റീവ് ഡിസൈനായിട്ട് വന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 3 കളറിലാണ് അവൈലബിൾ ആകുന്നത്, ബ്ലൂ, ബ്ലാക്ക് ആൻഡ് യെല്ലോ. അപ്പോൾ പോക്കോ M3 ആണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോക്കോ നമുക്കൊരു വലിയൊരു ബോക്സാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബോക്സാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേർക്ക് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി കുറച്ച് സ്പ്രേ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് കുറച്ച് സ്പ്രേ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ വെറുതെ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഡിവൈസിന് കൂടാണ്ട് 3 കളർ പെയിൻ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിന് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കില്ലർ ലുക്സ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റാണ് ഇവിടെ പോക്കോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്പ്രേ ഓൺസ് എന്ന് പറഞ്ഞ 3 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്പ്രേ പെയിൻ്റ് ആണ് ആക്ച്വലി. ബ്ലൂ, ഗ്രീന്, അത് ഫ്ലൂറസെൻ്റ് ആണ്. ഇത് ഫ്ലൂറസെൻ്റ്, യെല്ലോ, ബ്ലാക്ക്. അപ്പോൾ 3 പോക്കോ കളേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണ 3 കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നത് ആക്ച്വലി പോക്കോ M3 ആണ്. അപ്പോൾ ഇതാണ് പോക്കോ M3. അപ്പോൾ ഇതും ബോക്സിനകത്ത് എന്നെ കൊടുത്തിരിക്കുകയാണ്, സെപ്പറേറ്റ് ബോക്സ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ കളർ ഏറ്റവും അട്രാക്റ്റീവായ യെല്ലോ കളറാണ്. യെല്ലോ കളറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പോക്കോ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാം. അൺബോക്സിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാമറ എന്തൊക്കെയാണ്, എല്ലാ കാര്യം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ എല്ലാ തവണയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോക്കോ M3ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കാണാം പോക്കോ M3 കാണാം. 6000 mAh കപ്പാസിറ്റി ബാറ്ററി, മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6000 mAh കപ്പാസിറ്റി, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. 6 GB ഓഫ് LPDDR4X RAM, ഡുവൽ സ്പീക്കേഴ്സ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓർ വൈഫൈ, 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, ടൈപ്പ് C ചാർജിങ്, സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്, അതേപോലെ തന്നെ UFS സ്റ്റോറേജ്. ഇത് ആക്ച്വലി UFS 2.2 120 GB സ്റ്റോറേജ് വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. 64 GB സാധാരണ ഇതാണ് വരുന്നത്. പിന്നെ 2 day ബാറ്ററി ലൈഫ് വിത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ പോക്കോ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തുറക്കാം. നമുക്ക് തുറന്നിട്ട് ആ ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് വേറൊരു യെല്ലോ കളർ ബോക്സാണ്. ഇതിനകത്ത് കേസ് ആയിരിക്കും മിക്കവാറും. അതെ, കേസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിം ഇജക്ടർ പിന്നും കാണാം നിങ്ങൾക്ക്. പിന്നെ ഇതിനകത്ത് വരുന്ന കേസ് നമുക്ക് നോക്കാം. അതിന് മുമ്പേ പോക്കോൻ്റെ യൂസർ ഗൈഡാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, സേഫ്റ്റി ആൻഡ് ഇൻഫർമേഷൻ. ഇതിനകത്ത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ട് കൊണ്ട് 3 ആണ് വേർഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ്, പിന്നെ ഇത് കണ്ടില്ലേ, 2 സിം കാർഡ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ SD കാർഡ് സപ്പോർട്ടും 2 സിം കാർഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ സാർ വാല്യൂ, ഹെഡ്സ് ആർ 0.868, ബോഡീസ് ആർ 0.865. അത് രണ്ടും തന്നെ ഇതിനകത്ത് വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കേസും കൂടെ എടുക്കാം. അപ്പോൾ ഇതാണ് കേസ്. കണ്ടില്ലേ, കേസിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു ഒരു പ്രൊജക്ഷൻ കണ്ടില്ലേ, അത് ആ ക്യാമറ യൂണിറ്റിൻ്റെ ഹൗസിങ്ങിന് വേണ്ട പ്രൊജക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഫോണാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പോക്കോ M3. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ളൊരു സ്മാർട്ട് ഫോൺ നമുക്ക് പറയാൻ സാധിക്കും. കണ്ടില്ല, ക്യാമറ യൂണിറ്റ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, ഒരു വെറൈറ്റി ഡിസൈനാണെന്ന് തീർച്ചയായിട്ടും പറയാം. അതേപോലെ തന്നെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ഒരു പാറ്റേൺ കണ്ടില്ലേ. അപ്പോൾ ഈ പാറ്റേണും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പോക്കോൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 48 മെഗാ പിക്സൽ ക്യാമറയും പിന്നെ ഒരു മാക്രോ സെൻസറും ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ഇല്ല. പോക്കോ ബ്രാൻഡിങ് കാണാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, വോളിയം കീസ്, അതേപോലെ തന്നെ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് കാണുന്നത് ഒരു USB Type C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോളല്ല, നോച്ചുള്ള ഒരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും. ഇനി ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നതെന്നും കൂടി നോക്കാം നമുക്ക്. ബോക്സിനകത്ത് വരുന്നത് ഒരു USB Type C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 18 വാട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം
10 വോൾട്ട് 2.25, അതായത് ആക്ച്വലി ഇത് 22.5 വാട്ട് ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 18 വാട്ട് സപ്പോർട്ടേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പോക്കോ M3. അപ്പോൾ നമുക്ക് കാണാം ഇതൊരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ഇൻഫാക്റ്റ് ഡിസ്പ്ലേ കളേഴ്സ് ആക്ച്വലി നല്ലതാണ്. ഈവൻ വ്യൂവിംഗ് ആംഗിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 10,000 രൂപയ്ക്ക് വേണ്ട ഒരു നല്ല ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് കോറിംഗ് ഗോറില്ല ഗ്ലാസ് 3 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നല്ലൊരു കളർഫുൾ ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് പറയാം. പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഡിസ്പ്ലേ എന്ന് പറയാം. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI 12 ആണ്. ആൻഡ്രോയിഡ് 10 തന്നെയാണ്, ആൻഡ്രോയിഡ് 11 അല്ല. അത് MIUI ഫോർ പോക്കോ ആണ്. അപ്പോൾ ഇതിനകത്ത് ആഡ്സ് ഇല്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പിന്നെ ഓൾ സ്പെക്സിൽ പോയി കഴിഞ്ഞാൽ 6 GB ഓഫ് റാം, സ്നാപ്ഡ്രാഗൺ 662 2GHz ഒക്ടകോ പ്രോസസ്സർ. പിന്നെ ആൻഡ്രോയിഡ് പാച്ച് ലെവൽ ആക്ച്വലി 2020 ആണ്. പ്രോബബ്ലി പുതിയ വേർഷൻ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ MIUI ഗ്ലോബൽ 12.0.1 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ജനറൽ MIUIയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്തും കാണാം. അഡീഷണൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ, ബട്ടൺ ഷോർട്ട് കട്ട്സ്, 100 മോഡ്, ക്ലിയർ സ്പീക്കർ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ ജനറലി MIUIയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പാസ്വേഡ്സും സെക്യൂരിറ്റി, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേനകത്ത് പോയി കഴിഞ്ഞാൽ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു 48 MP സെൻസറാണ്. അപ്പോൾ 48 MP സെൻസറും പിന്നെ ഒരു 2 MP മാക്രോ സെൻസറും ഒരു 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പ്രോ മോഡ് ഇൻക്ലൂഡറാണ്. വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം 1080p at 30 FPS മാത്രമേ ഉള്ളൂ, 60 FPS ഇല്ല. കാരണം റെഡ്മി 9 പവറിലൊക്കെ പോലെ തന്നെ വരും. പിന്നെ പോർട്രേറ്റ് മോഡിൻ്റെ, പിന്നെ ഇവിടെ നമുക്ക് 48 MP മോഡ്, നൈറ്റ് മോഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ, AI വാട്ടർമാർക്ക്, ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ AI മോഡുണ്ട്, HDR മോഡുണ്ട്. HDR മോഡ് ടേൺ ഓൺ ചെയ്യണമായിരിക്കും ബെറ്റർ, കാരണം നല്ല ഒരു ഡൈനാമിക് റേഞ്ചും കൂടെ നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ UI പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിനെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പോക്കോ M3 എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം എടുത്ത ക്യാമറ സാമ്പിൾസാണ്. ഡീറ്റെയിൽഡായ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് പറയുന്നതാണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ പോക്കോ M3 എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസാണ്. ഇനി ഇതിൻ്റെ ബാറ്ററീൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് വരുന്ന 6000 mAh കപ്പാസിറ്റി ബാറ്ററി. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിക്കർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തിക്കും കുറച്ചൊരു ഹെവി ഡിവൈസുമാണ്. അതേപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഫാസ്റ്റായ ചാർജിങ്ങും ലഭിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ഫോണാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ യെല്ലോ കളർ, ഇത് ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, അങ്ങനെ 3 കളേഴ്സിലാണ് വരുന്നത്. പ്രത്യേകിച്ച് യെല്ലോ കളർ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയും കുറച്ചൊരു ഹെവിയാണ് എങ്കിലും നല്ലൊരു സ്റ്റൈലിഷ് ഫോം ഫാക്ടറാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിവൈസാണ്. പ്രത്യേകിച്ച് ഇത് 10,000 രൂപയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നി. അതിന് ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഓഫറിംഗ് ആണ് പോക്കോ M3 ഇതിനകത്ത് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 662, 48 MP ക്യാമറയും, അതേപോലെ തന്നെ നമുക്ക് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M3ൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും ഫസ്റ്റ് ഇംപ്രഷൻസുമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് സെയിലാവുന്നത് Feb 9th ആണ്. ഇത് 12 PM ഫസ്റ്റ് സെയിൽ എനിക്ക് തോന്നുന്നു 9999, അതായത് 9999 രൂപയ്ക്കാണ് 6 GB 64 GB വേരിയൻറ്റ് സെയിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പോക്കോ M3ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.